തൃപ്രയാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിന്റെ പി വിനുവിനെയും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിന്റെ കെ എ ഷൗക്കത്തിനെയും തീരുമാനിച്ചതായി UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, PM സിദ്ദിഖ്, കെ എ കബീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടികയിൽ UDFന് വലിയ വിജയം ഒരുക്കുന്ന നാട്ടികയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം, ഇവിടെ ഒരു CJP മുന്നണിയാണ് ഭരിച്ചിരുന്നത്. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ട് കൂടി മറ്റൊരു ശരിക്കും പറഞ്ഞാൽ BJPയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി LDFയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തത്. അതിലുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം തന്നെ മുന്നോട്ട് വെക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിനാണ് CPMന്റെ കോട്ടകളിൽ പോലും UDFനെ വിജയിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ നന്ദിയും കടപ്പാടും തുടർന്നുള്ള 5 വർഷങ്ങളിൽ UDFന്റെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാലും വൈസ് പ്രസിഡന്റായാലും ആ നയത്തിൻ്റെ ആനുപാതികമായിട്ടാണ് ഭരണം നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ UDFും ഒക്കെ അതിൻ്റെ നിരീക്ഷകരെ വെച്ച് ഇവിടെ TN പ്രതാപനായിരുന്നു അതിൻ്റെ ചുമതല. നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത ടൈമിലേക്കുള്ള പ്രസിഡന്റായി P വിനുവിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കെ എ ഷൗക്കത്തിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുക്കും. നയപരമായി ഞങ്ങൾ പ്രഖ്യാപിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ അത് നിങ്ങളോട് വിശദീകരിക്കും.